കുട്ടി പിന്നെ എങ്ങനെ ജനിച്ചേ? ആലീസെ ഒന്ന് വരാം, ഒരു കാര്യം പറയാനാ. ആലീസെ എടാ നീ എന്തിനാ ഈ സൗണ്ട് പറ്റി സംസാരിക്കണേ? മൂടാക്കാനാണ് എന്നെ. മാസം ഒരു 20 കോടി ഇല്ലടാ. കുട്ടി ഏതുവരെ പഠിച്ചു? എന്താ പഠിച്ചേ? ചന്ദ്രനാണോ? ചന്ദ്രൻ. അതെ അതെ അതെ. എനിക്കൊരു കേസുണ്ട് 395 FIR. പീടി അപ്പുറത്ത്. നിങ്ങളൊരു 15 പേര് വന്ന് ചോദിച്ചോ ഇന്റെ ഒപ്പം വന്നുകാണ്ട്? നമ്മളെന്തിനാ അത്ര പേര് പറഞ്ഞേ? അല്ല ഓലിന്റെ കേസ് നോക്കുന്നില്ല. ഞാൻ 4 ദിവസമായി പോലീസിൽ പോകുന്നുണ്ട്. കേസ് നോക്കുന്നില്ല. അല്ല ഞാൻ എന്നും പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ഒരു ബോംബ് വലിച്ചങ്ങ് എറിഞ്ഞോ? രണ്ട് വെടിയൊക്കെ വെടിക്കും അപ്പൊ വരും. മുച്ചിരി നീ എന്താ ഗ്രൈൻഡ് ചെയ്യണേ? ഇല്ലടാ കുഴപ്പമില്ല. ശരി നടക്കട്ടെ. சந்துரு இப்ப யாரெல்லாம் எலக்ட்ரிக் போய் சேராங்களோ டபுள் த கேஷ் யாருக்கு பண்ண சொல்லு. எந்த டபுள்? இப்ப 20,000 கிட்டதுன்னா அது 40,000. 2 lakhs கிட்டதுன்னா 4 lakhs. 2 lakhs கிட்டில അതിന്റെ ഉള്ളിൽ டே எலக்ட்ரிக்ல போய் செய்யடா. இப்ப because வில்லுமன சோ அதனால ஆஃபர் இப்ப അതാരാ ടാക്സിയും അതേ മാതിരി. ഫാമിലി ഇല്ലേ? കുട്ടി പിന്നെ എങ്ങനെ ജനിച്ചേ? അല്ല ഫാമിലി ഇല്ലെന്ന് പറഞ്ഞു. എന്താ കുട്ടിയുടെ പേര്? ആലിസ്. ഓക്കെ. ഫാമിലി ഇല്ലെന്ന് പറയുന്ന കേട്ടു. ഓർഫനാണോ? ഓ സാറില്ല കുട്ടി സാറില്ല. ഡ്രാഗല്ലേ? ഹലോ ഡ്രാഗനല്ല ആള് പറയാ. ഓക്കെ നടക്കട്ടെ. ചന്ദ്രു ഇത് 14K അറിയാം. പണ്ടത്തെ നിങ്ങൾ എവിടെയാണോ അവസാനമായിട്ട് ഇവിടെ ഇവിടെ ഇട്ടുണ്ട്. ആകണമെന്ന താല്പര്യം ഉണ്ടാവോ നോക്കട്ടെ. പോയി ഇവിടെ മറ്റേ ഹെൽത്ത് ഫെയർ അവന്മാരെ മറ്റേ ഡ്രാഗൺ നമുക്ക് പിടിച്ചാലാ? ഞങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഡ്രാഗനെ പിടിച്ചോണ്ട് പോയതാ. ഓ അത് നിങ്ങളായിരുന്നു ശരിക്കും? നിങ്ങളായിരുന്നാ? കോപ്പി അടിച്ചാണോ അവന്മാര്? കോപ്പി അടിക്കാറുണ്ടോ? അങ്ങനെ പറയണില്ല. എന്നാലും മറ്റേ രീതി പറയുമ്പോ ബന്ധമില്ലല്ലോ. നമ്മുടെ ഗ്യാങ്ങിന്റെ ടീം ഡ്രാഗനാണ്. കൊണ്ട് തന്നെ ആ ഡ്രാഗൻ അങ്ങ് തീർത്തോളാന്ന് വെച്ചു. സീക്രട്ട് ഡ്രാഗൻ വേണ്ടെന്ന് വെച്ചു. പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടെന്നാ ഇവരെ വണ്ടി എടുത്ത് പോകുന്നുണ്ടായിരുന്നു. അയ്യോ റേഡിയോ ആണോ വന്നത്? ചന്ദ്രനൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ടേ നമുക്ക് എന്തിനൊക്കെ ഒരു പരിപാടി. ഈ ഡ്രസ് ഇടുമ്പോ ആരും വരുന്നുണ്ട് ചന്ദ്രൻ സംസാരിക്കാൻ. ഏലിയന്റെ ഡ്രസ്സാ. എന്തായാലും ഇപ്പൊ വന്നോളൂ. പുതിയതാ ആണോ? അതെ കൺഫേം ഞാൻ കണ്ടിട്ടില്ല. ആലീസെ ഒന്ന് വരാം, ഒരു കാര്യം പറയാനാ. ആലീസെ
ഇത് അലീസ് സിറ്റിയിൽ പുതിയതാണോ? ഇന്ന് വന്നേ ഉള്ളൂ? ആ ഓക്കെ. ഇല്ലല്ല നമ്മള് ഇങ്ങനെ ഒരാളെ സിറ്റിയിൽ കണ്ടിട്ടില്ലേ എങ്ങനെ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആ എന്താ ചെയ്യുന്ന സിറ്റിയില്? എന്തേലും ജോലി കിട്ടിയായിരുന്നോ? ആ എന്റെ പേര് ചന്ദ്രബോസ് എന്നാണ്. ഇത് വില്ലുമോൻ. എത്ര വയസ്സുണ്ട്? 24. അപ്പൊ വില്ലുമോ ഇളയതാ. വില്ലുവിന് 20 ആയുള്ളൂ. എനിക്ക് 24 ഉണ്ട്. അനി ചന്ദ്രൻ എനിക്ക് 24 25ഓളം ഉണ്ട്. ചന്ദ്രന് എത്ര? 50? ഇല്ല ഐ എം 25. സ്വീറ്റ് 25 ആണേ. 25 ആണ് കുട്ടി. എന്റെ സൗണ്ട് ഇട്ട് 50 പോലെ തോന്നി. 50 ഉള്ളവരുടെ സൗണ്ട് കുറച്ചുകൂടി. അതൊക്കെ പ്ലാസ്റ്റിക് സർജറിയാണ്. അതൊക്കെ പ്ലാസ്റ്റിക് സർജറി. ഇവനെ കണ്ടിട്ട് ഒരു 50 വയസ്സോട് തോന്നില്ലേ? അതൊക്കെ പുതിയ മുഖത്ത് ചുളുക്കൊക്കെ ശരിക്കും ചുളുക്കട്ടാ. ചന്ദ്രന്റെ മറ്റേ കൊച്ചൊക്കെ എവിടെ? എന്റെ സിക്സ് പാക്ക് കണ്ട. സൂര്യബോസ് എന്ന് പറയുന്നത് എന്റെ അഡോപ്റ്റഡ് സൺ ആണ്. അവന്റെ അടുത്ത് പറയില്ല ഒരിക്കലും, കാരണം അവനെ വിഷമാവത്. അവനെ ഇല്ല അവൻ അവൻ മുരടിച്ചു പോയൊന്നുമല്ല. അവന് കോച്ച് കടന്ന് റേഡിയോ കടന്ന് കൊണ സമാധാനം തരാൻ സംസാരിച്ചിരിക്കുക. സൂര്യബോസ് ആക്ച്വലി എന്റെ എന്താ പറഞ്ഞ വന്ന്. സൂര്യബോസിന് എത്ര വയസ്സാ? 8 വയസ്സ്. ഇല്ല ഇവ പെണ്ണ് പിടിക്കുട്ടി ഒരു സെക്കൻഡ് ഇവിടെ എങ്ങനെ ഇല്ല മോനെ വന്നേ. ഇവ പെണ്ണ് പിടിക്കാനാണോടാ ഇവൻ? ഇവനെ എവിടെ നോക്കിയാലും ആരുടെ ചോദിച്ചാലും വരട്ടവൻ. കൊണ്ടുപോയേട്ടാ. അത് പോയി. 3 ദിവസം വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ നൈസായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കും. ഇങ്ങോട്ട് വരുമായിരിക്കല്ലേ? ഞാൻ നമ്പറിലും കൊടുക്കാന്ന് വിളിച്ചാ ഫോൺ ഓഫ് ആയി പോയി. സൂര്യബോസിന്റെ ചെകിളഞ്ഞ അടിച്ചു പൊളിക്കുക ഉറപ്പാണ്. ഒരു സംശയമില്ല അതില്. ദോറ റാഷമാലിക്കാണോ? പണ്ടൊക്കെ ഒരു പെണ്ണിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയാൻ കണ്ടുകഴിഞ്ഞാൽ പിന്നെ പേര് പറയുമായിരുന്നു. ഇപ്പഴും അറിയാൻ പറ്റുന്നില്ലടാ. ഇല്ലടാ ഇത് സൂര്യബോസിനെ ഞാൻ എന്തേലും ചെയ്യും. അവന് ഭയങ്കര സംസാരം. ഈ പെമ്പിള്ളേരെ അടുത്ത് അവന് കോഴി വരട്ടെ. അവൻ ആരൊക്കെയോ കൊണ്ടുപോയിട്ടോ അവിടെ ഒരു പെൺകുട്ടീനെ ഉണ്ട്. ആ പെൺകുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ചന്ദ്രന്റെ സംസാരം അങ്ങനെ പറയണ്ട. ഡെയ്സിക്ക് സംസാരിക്കുന്നത് ഇങ്ങോട്ട് വിളിച്ചോണ്ട്. പിന്നെ ഇപ്പൊ വിളിച്ചോണ്ട് ഇതിപ്പോ നമ്മള് പറഞ്ഞിട്ട മാതിരി ഉണ്ട്. കൊറേ ഇരിക്കുന്നുണ്ട്. ഇവര് കാണാൻ എങ്ങനെയാണ് എന്താ ഇങ്ങനെ സന്ധ്യ പുറത്താ. പയ്യന്മാറ്റ് പറഞ്ഞാട്ടെ കളഞ്ഞതാണ്. എടാ നീ എന്തിനാ ഈ സൗണ്ട് പറ്റി സംസാരിക്കണേ? മൂടാക്കാനാണ് എന്നെ? നീ ഇതിട്ടുണ്ടോടാ? ആലീസ് ഇൻ വണ്ടർലാൻഡ്. ആലീസ് കേക്കുന്നില്ലേ കുട്ടിക്ക്?
ആലിസ് ഇരിക്കൂ. നമുക്കൊരു ജോലിയെ പറ്റി സംസാരിക്കുന്ന ചെയ്യണല്ലടാ. നമ്മുടെ ഒരു പിഎനെ നോക്കുന്നുണ്ട്. മാസം ഒരു 20 കോടി ഇല്ലടാ. ഇല്ല പോലെ 220 CR. കുട്ടി ഏതുവരെ പഠിച്ചു? പെട്ടെന്ന് ചാർജ് ചെയ്യാവോ? 60 ഇയർ സെയിം അടവ്. അത് വേണ്ട, മാറ്റി പിടിച്ചാലോ, നമുക്ക് മാറ്റി പിടിച്ചാലോ. പിയെ മാറ്റി വേറെ ഐഡി പറഞ്ഞ നല്ല ഫ്രഷ് ഐഡി പറഞ്ഞ പെട്ടെന്ന് ആലോചിച്ച്. ഇതാരടാ തുണിയിൽ നടക്കണ പെമ്പിളരെ കഴിക്കുന്ന ഇടക്കൂടി അരോചകം. അഡ്വക്കേറ്റ് നമുക്ക് അഡ്വക്കേറ്റ് ആയിട്ട് നോക്കിയാലോ ഒരാളെ. എനിക്ക് കുറെ കേസൊക്കെ വരുമല്ലോ. ആ കുട്ടി ഏതുവരെ പഠിച്ചു? എന്താ പഠിച്ചേ? കേക്കുന്നില്ല, ഒന്ന് ഷൗട്ട് ഇടാവോ? സൗണ്ട് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, പമ്പ് മാനേജർ, ലീഗൽ ടീച്ചർ. അതുണ്ട് അപ്പനെ. ഹലോ, ആ കേക്കാം. എഞ്ചിനീയർ ആണോ? എഞ്ചിനീയർ അല്ലേ? അപ്പൊ എന്താ പഠിച്ചത്? BA BTech. നമ്മളൊരു അഡ്വക്കേറ്റിനെ നോക്കുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ അഡ്വക്കേറ്റ് നോക്കുന്നുണ്ട്. പിന്നെ ഒരു C&B എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. അപ്പൊ അവിടത്തേക്ക് ഒരു എഞ്ചിനീയറിനെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. എന്താ കേട്ടില്ല? അതാ വെബ് ഡെവലപ്പിംഗ്. നമുക്ക് അങ്ങനെ ഒരു ഇതുകൂടി ഉണ്ട് മേഖല അല്ലടാ. അതെ. നമുക്ക് ആക്ച്വലി നമുക്ക് TV എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ബിസിനസ് മാനേജ് ചെയ്യുന്ന നമുക്ക് ചന്നം പിന്നം ബിസിനസ്സുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മെയിനായിട്ട് എനിക്കിപ്പോൾ ഇവിടെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ അക്കൗണ്ട്സും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടിക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അല്ലടാ ഇല്ലോനെ. അപ്പോൾ ഈ നമ്മുടെ ഈ എന്താ പറയാ, ഇതൊക്കെ എല്ലാം മാനേജ് ചെയ്യാനൊക്കെ അറിയാവോ? ഈ കുട്ടിയുടെ നമ്മളെ എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാനേജ് ചെയ്യാൻ അറിയാവോന്ന്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നീ ചെയ്യേണ്ടടി, നിനക്കൊരു ജോലിയും ഇല്ല, ഒരു കോപ്പും ഇല്ല. നീ വല്ലയിടത്തും പോയി ലോറി ഓട്ടിച്ച് നിന്റെ ജീവിതം നരകിച്ച് തീരും ഇവിടെ കടന്നു കേട്ടാ. അങ്ങനെ തീരത്തേ ഉള്ളൂ. നിനക്ക് ജോലിയും ഇല്ല, ഒന്നുമില്ല. എഞ്ചിനീയർ ഞങ്ങളുടെ C&B കൺസ്ട്രക്ഷന്റെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അതെ, എന്റെ പമ്പിൽ തന്നെ ഇങ്ങനെ പെട്രോള് വാങ്ങിക്കാൻ വരുന്നവരുടെ ലിസ്റ്റ് എനിക്ക് കളക്ട് ചെയ്യണം. അപ്പൊ അതൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതെങ്കിലും ചെയ്യാവോ? സാലറി മാസം 10 കോടി അല്ലേ ഡേസി? അത് ഓക്കെ അല്ലേ ഡേസി? ഞാൻ എങ്ങനെയാണെങ്കിൽ എന്റെ നമ്പർ ഫോൺ നമ്പർ തരാമോ? പേരെന്തോന്ന്? ആ
047 ആണല്ലേ നമ്മളെ നമ്പർ വിളിച്ചാലും എന്റെ 57 ആ Shall I call you too? ആ ചാർജ് കയറിയിട്ട് വിളിച്ചാൽ മതി ജോലിയുടെ കാര്യങ്ങളെ ഞാൻ നാളെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും സിറ്റിയിലുണ്ടാവും. കുട്ടി എപ്പോഴാ സിറ്റിയിൽ വരല്ലേ? ഉണ്ടാവല്ലേ? ആ ഓക്കെ 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 നാളെ ഇപ്പത്തേക്ക് ഞാൻ എൻ്റെ പമ്പ കൊണ്ട് കാണിച്ചു തരാം. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്യൂച്ചറിൽ കുറച്ച് ബിസിനസ് ഐഡിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിന്റെ ആവശ്യം എനിക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നു. എന്താ മഞ്ഞ് ക്രിസ്മസ് കയ്യില് സ്നോ ഒക്കെ എവിടുന്ന് വേണ്ട ചന്ദ്രൻ അവനെങ്ങനെ പരിചയപ്പെട്ട സൂര്യനെ? ബ്ലോക്ക് ചെയ്ത് കളഞ്ഞോണ്ടാ. ഓ വന്നപ്പോ അവൻ ഇങ്ങോട്ട് സംസാരിച്ചല്ലേ? അപ്പൊ എന്താ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ? ചന്ദ്രബോസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സൂര്യബോസാണ് സൂര്യബോസ്. ഏൻ പേര് സൂര്യബോസ്, അപ്പാ പേര് ചന്ദ്രബോസ്, അമ്മ പേര് അറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? പേരൊന്നും പറഞ്ഞില്ല. അപ്പ പേര് ചന്ദ്രബോസ് ആണ്. എന്തുണ്ടേലും അവനെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്തുണ്ടെങ്കിലും ആ നമ്പർ ഡിലീറ്റ് കളയോ ഇത്? കാരണം ആള് ഭയങ്കര പ്രശ്നക്കാരാണ്. ഇതുപോലെ കുറെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട് എല്ലാ ദിവസവും. കുട്ടിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. 047 പാവമാണ് ആൾ, പാവമാണ്. ചെറിയ പുഴുത്തിരുമ്പുണ്ടല്ലോ കയ്യില്. അവന്റെ പേര് എന്താണെന്ന് സാത്തോരോ ഗോജു. രാജു 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 അപ്പുറത്തെ സാത്തറിലെ ജോലിയുടെ രാജു. രാജു രാജു മേടാ അവന്റെ സാത്താറ് അവന്റെ രാജുവിന്റെ മോനെ. ചന്ദ്രനൊക്കെ തെര വിളിക്കുന്നോടാ. ഓക്കെ കുട്ടി, അപ്പൊ എന്തായാലും നൈസ് മീറ്റ് കാണാം നമുക്ക്. എനിക്കിങ്ങനെ ചിലവരെ കാണുമ്പോഴേ ഇങ്ങനെ എന്റെ മനസ്സിങ്ങനെ പറയും ഉള്ളിന്ന് നമ്മള് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള ആൾക്കാരാണ്. എല്ലാരും കാണുമ്പോഴേ അങ്ങനെ പറയാറില്ല. അവന്റെ മാമന് ഇത് തക്കാളി കച്ചവടം തെറ്റില്. ശരി കുട്ടിയപ്പാ, നൈസ് മീറ്റ്. ഓക്കെ ഓക്കെ വലിയവനെ എപ്പോഴാ പോവാം? വലിയവനെ ഇടിവെട്ട സാധനം വളഞ്ഞത് തന്നെ. ഇത് കൺഫേം. ഇത് നാളെ പോവും. നാളെ കമ്മിറ്റഡ് ആയിരിക്കും ആരെങ്കിലും കൂടെ. പോളെ ഒരു വഴി സൂര്യബോസ് തന്നെ ചില വളച്ചുണ്ടോ ഒരു വഴി പോടാ കത്തിയിട്ടവനെ. ചന്ദ്രന് പെണ്ണെ പൂവഴകേ. ഈഗിൾ ലൈവ് ഉണ്ടോ? ഈഗിൾ ഉണ്ടല്ലോ. ഈഗിൾ ലൈവ് ഇട്ടല്ലേ? ഈഗിള് ലൈവ് ഇടുന്ന പറഞ്ഞേ 9:50. ഇല്ലോനെ വാസണ്ണ ഇപ്പൊ വരുമോ? ഞാനെന്നാ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നോക്കട്ടെ. ഗിരി 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 ചന്ദ്രു ദേ ആ പെണ്ണിനെ കൊണ്ട് മറ്റേ വേറൊരു എവിടെ എവിടെ ആ വണ്ടിയില് ആ ബ്ലാക്ക് വണ്ടി. വിശ്വസിക്കില്ല. ഇല്ല മോനെ. ആരടാ അത്? എടാ ദുഷ്ടന്മാരെ തട്ടിക്കൊണ്ട് പോവല്ലേടാ. ഹലോ
ആ തട്ടിക്കൊണ്ടുപോയതല്ല. ആ, ഓ. പേടിക്കണ്ട, ഇതാ പേടിക്കണ്ട, പേടിക്കണ്ട. ഇതാരായിരുന്നു സാമ, സാമ. മറ്റേ BMW ഓർമ്മയില്ലേ? സാമേ ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ച് എങ്ങോട്ട് പോണ്? സാമ എങ്ങോട്ട് പോണ്? ജസ്റ്റ് ഞങ്ങളൊന്ന് കറങ്ങിറങ്ങിയതാ. പേടിക്കണ്ട, എഞ്ചിനീയർ ആണ്. ഇവിടെ സേഫ് ആയിട്ട് കൊണ്ടെത്തിച്ചേക്കാം. സാമ ഇത് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒന്നും പറ്റാതെ സേഫ് ആയിട്ട് എത്തിക്കണേ. സേഫ് ആയിട്ട് കൊണ്ടിറക്കി ഓക്കെ ഓക്കെ ഓക്കെ. തന്നെ വിശ്വാസമില്ലേ? വിശ്വാസം പിന്നില്ലാണ്ട് പോയിട്ട് 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 ഹാപ്പി ആയിട്ട് പോയിട്ട്. ചന്ദ്രുവിനോടൊരു വിശ്വാസമുണ്ട്. ആ അത്രേ ഉള്ളു അത്രേ ഉള്ളു. സിദ്ധേ അത്രേ ഉള്ളൂ. ശരി ബ്രോ പോയിട്ട് ചന്ദ്രു പോയിട്ട് വരാവേ. ഇവിടെ തന്നെ കൊണ്ടുവരാം. പോയോ സിദ്ധേ, എല്ലാരും പറഞ്ഞു. വില്ലു നീ കത്തി വില്ലു. ഞാൻ കത്തി 15-15ഓളം ഉണ്ട് പിയാന്. 17ഓളായി. എല്ലാരും കത്തിയോ? എടാ പോടാ. എന്താ കൊമ്മ? എടാ ഗോജപ്പ എടാ ഇവന്റെ സൗണ്ട് എന്താ ഇങ്ങനെ? എടാ എടാ ഇത് ഏത് ഈ ശബ്ദ ശ്രേണു ഏതാണ്? പെണ്ണ. ആ പോയി മൈസ്ട്രോ ഷിബു. അടിയോടെ അടിയല്ലേ? ആരടി വെറുതെ വെടിവെച്ച് കളിക്കുന്നു. ശരി ഞാൻ അങ്ങോട്ട് ഇറങ്ങിട്ടെ.